ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഡിയോ ടെക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കിലായിരുന്നു. ഇന്ന് നമ്മളൊരു വി യു മീറ്ററിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. വി യു മീറ്റർ നിർമ്മിക്കാനല്ല, ഇതിൽ കാണിക്കുന്ന വി യു മീറ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ വി യു മീറ്റർ. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഇപ്പോൾ യൂട്യൂബിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന കമ്പോണൻസ് വേറെ ആയിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചേക്കുന്നത് വേറെ വാല്യൂലുള്ള റെസിസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചേക്കുന്നത് 1K 1 വാട്ട് റെസിസ്റ്ററും പിന്നെ സെനർ ഡയോഡിന് പകരം 1N407 എന്ന് പറയുന്ന ഡയോഡുമാണ് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ വേറെ മാറ്റമൊന്നും വന്നിട്ടില്ലായിരുന്നു. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. കാര്യം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും മിക്കവരും അറിയാവുന്നവർ കാണും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ ചെറിയ ആംപ്ലിഫയറിലൊക്കെ നമ്മളിത് കൊടുക്കാവുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഒരു സർക്യൂട്ടാണെങ്കിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ LA4740 ICയുടെ ആ ഒരു ആംപ്ലിഫയറിലൊക്കെ കൊടുക്കാം. അല്ല നമ്മൾ വലിയ ആംപ്ലിഫയറിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിൻ്റെ ഈ സർക്യൂട്ട് കുഴപ്പമൊന്നുമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് അറിയാതെ, അതായത് ചെക്ക് ചെയ്തില്ലായിരുന്നു. നമ്മളാദ്യം ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണം. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെക്കാളും കൂടുതലായിരിക്കണം. ഇപ്പോൾ അതിനകത്ത് വെച്ചേക്കുന്ന അവസാനം വെച്ചേക്കുന്ന 2 കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ ഞാൻ വെച്ചേക്കുന്നത് 25 വോൾട്ടിൻ്റെ ആയിരുന്നു വെച്ചിരുന്നത്. എൻ്റെ ആംപ്ലിഫയർ 200 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ ആയിരുന്നു. അതിനകത്ത് ഞാൻ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്തൊക്കെ നോക്കിയത് നല്ലോണം വർക്കിംഗ് ഉണ്ടായിരുന്നു. വർക്കൊക്കെ ചെയ്ത് ഞാൻ സ്പീക്കർ ഊരിയിട്ടിട്ട് ഞാൻ ക്യാബിനറ്റിനകത്ത് തന്നെയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ സ്പീക്കർ മാറ്റി അല്ലാതെ ഞാൻ ഫുൾ സൗണ്ടൊന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറേ നേരം നല്ലോണം കത്തിന്നിട്ട് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിച്ച സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ ഇതിനകത്ത് ക്യാബിനറ്റിനകത്ത് ഇതിൻ്റെ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ആയിരുന്നു വെച്ചിരുന്നത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ പോയത്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് 45 വോൾട്ട് വരെ വരുന്നുണ്ട്. 45-50 വോൾട്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴാണ് 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ ഒരു അബദ്ധം എനിക്ക് പറ്റി. അപ്പോൾ ആ ഒരു അബദ്ധം വേറൊരാൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. അപ്പം ഇതിപ്പോൾ നമ്മൾ വലിയ ആംപ്ലിഫയറിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളത് ശ്രദ്ധിച്ച് കൊടുക്കണം. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ കപ്പാസിറ്റർ ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. 25 വോൾട്ട് 100 MFൻ്റെ കപ്പാസിറ്റർ ആയതുകൊണ്ട് ചെറുതായിരുന്നു. അപ്പോൾ വലിയ MF ഒക്കെ ഉള്ള കപ്പാസിറ്റർ ആയിരുന്നുണ്ടെങ്കിൽ ഇച്ചിരി അപകടമായിരുന്നു. ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മൾട്ടിമീറ്റർ എടുക്കണം. മൾട്ടിമീറ്റർ എടുത്ത് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ആംപ്ലിഫയർ. അപ്പോൾ അതിൻ്റെ വോൾട്ടേജാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടിനകത്തോട്ട് ആണ് മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകൾ കണക്ട് ചെയ്യേണ്ടത്. മൾട്ടിമീറ്റർ എടുക്കണം. എന്നിട്ട് അതിൻ്റെ റേഞ്ച് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിനകത്ത് ഇടണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ് രണ്ടും ആ സ്പീക്കർ ഔട്ട്പുട്ടിൻ്റെ 2 ടെർമിനലിൽ കണക്ട് ചെയ്തേക്കണം. എന്നിട്ട് ആംപ്ലിഫയർ നമുക്ക് പവർ ഓൺ ആക്കാവുന്നതാണ്. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ആഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുമ്പോൾ, അതായത് വോളിയം കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് വാല്യൂ കൂടുന്നത് കാണാക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് 200 വോൾട്ട് ഇട്ടാൽ മതി. ഇപ്പം 200 വോൾട്ടിലോട്ട് ഇടാം. അപ്പോൾ അതിന് താഴെ ആയിരിക്കും എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇത് ഞാനൊരു ആഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വോളിയം ഞാൻ പെതുക്കെ കൂട്ടുമ്പോൾ അതിനകത്ത് വാല്യൂ കൂടുന്നത് നിങ്ങൾക്ക് കാണാം. AC വോൾട്ടേജാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ആ റേഞ്ചിൽ വേണം മൾട്ടിമീറ്റർ ഇടേണ്ടത്. ഇപ്പോൾ കണ്ടോ 45 വരെ എത്തി. ഇപ്പം 45-50 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്യുന്ന പോർട്ടിലാണ് ഇത് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് AC വോൾട്ടേജ് ഇട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ വോൾട്ടേജ് കൂടുന്നത് കാണാക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ വർക്കിംഗ് കൂടെ നോക്കാം. അപ്പോൾ അതിനുമുമ്പ് നമുക്ക് അതിൻ്റെ കണക്ഷൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ LED എല്ലാ നെഗറ്റീവ് ഒറ്റ സൈഡിലായിട്ട് കണക്ട് ചെയ്തൊക്കെയാണ് ഇതേപോലെ. എന്നിട്ട് അതിൻ്റെ പോസിറ്റീവിൽ ഒരു 1K റെസിസ്റ്ററാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡയോഡ് ഇട്ടിട്ടുണ്ട്. 1N4007 ഡയോഡാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ റെക്ടിഫയർ ഉണ്ടാക്കണം. റെക്ടിഫയർ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AC വോൾട്ടാണ് നമ്മളെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് DC വോൾട്ടാണ് LED വർക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു റെക്ടിഫയറാണ് നാം ഉണ്ടാക്കുന്നത്, ഈ ഒരു VA മീറ്ററിന് വേണ്ടിയിട്ടുള്ളത്.
ഇപ്പം അത് 2 ഡയോഡും 2 കപ്പാസിറ്ററും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പലർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ ഒരു കണക്ഷൻ എടുത്ത് പറയാത്തത്. ഇപ്പം ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് 25 വോൾട്ട് കപ്പാസിറ്ററാണ്. അതിപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത്ര വോളിയം ഇടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ പെർമനൻ്റ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വോൾട്ട് പോരാ, 45 വോൾട്ട് വരുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു 50 വോൾട്ടിന് മേലുള്ള കപ്പാസിറ്റർ ഇടണം. അപ്പോൾ 25 വോൾട്ട് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ വോളിയം ഫുള്ള് ആക്കാൻ നമുക്ക് ഒക്കത്തില്ലെന്നേ. ഫുള്ളാക്കി കുറച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കപ്പാസിറ്റർ അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ആഡിയോ ഇട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ വ്യൂ മീറ്റർ കത്തുന്ന കാണാക്കും. വർക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. കറക്റ്റ് ആഡിയോയ്ക്കൊത്ത് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈ വ്യൂ മീറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പോണൻസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതല്ലാതെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ വ്യൂ മീറ്റർ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ ഇടുമ്പോൾ നമ്മൾ ആ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെക്കാളും കൂടി നിൽക്കണം കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അപ്പം അങ്ങനെ കപ്പാസിറ്റർ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.